ഹലോ ഓൾ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോൾവൻസി റേഷ്യോൻ്റെ തിയറി സെക്ഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഇന്ന് ന്യൂമറിക്കൽസ് നോക്കാം. ന്യൂമറിക്കൽസ് ഈസിയാണ്, ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ പോയാൽ മതി. നമ്മൾ എല്ലാ കൺസെപ്റ്റ്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എന്താണ്? എ കമ്പനി ഹാസ് എ ടോട്ടൽ ഡെബ്റ്റ് ഓഫ് 500K ആൻഡ് എ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓഫ് 750,000. Okay, 750,000. Calculate the debt to equity ratio for this company. നമ്മൾ നേരത്തെ പഠിച്ചെന്താ? ആദ്യം ഡെപ്റ്റ് ടു ഇക്വിറ്റി ചോദിച്ചത്. ഞങ്ങൾക്ക് ഇപ്പോഴും പറയും ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ എന്താ ഡിമാൻഡ് ചെയ്യാൻ നോക്കുക? ഡെപ്റ്റ് ടു ഇക്വിറ്റി അല്ലേ? നമുക്ക് ഡെപ്റ്റ് ബൈ ഇക്വിറ്റി റേഷ്യോ മതി അല്ലേ? ഇക്വിറ്റി റേഷ്യോ അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഡെപ്റ്റ് ബൈ ഇക്വിറ്റി അല്ലേ? ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ ഡയറക്റ്റ് തന്നിട്ടില്ലേ? ഡെപ്റ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 500,000 തന്നിട്ടുണ്ട്. ഇക്വിറ്റി എത്ര തന്നിട്ടുണ്ട്? 750,000 തന്നിട്ടുണ്ട്. കണ്ടുപിടിച്ചുകൂടെ എത്രയാണ്? 500 ഡിവൈഡ് ബൈ 750. യെസ്, 0.06 ഇല്ലെങ്കിൽ 0.7 എന്തെങ്കിലുമൊക്കെ എഴുതിക്കോ. ഇതാണ് റൗണ്ട്. ചിലപ്പോൾ റൗണ്ട് ഫിഗർ ആണെങ്കിൽ റൗണ്ട് ഫിഗർ എടുത്താൽ മതി, നിയറസ്റ്റ് ഫിഗർ എടുത്താൽ മതി. ഓക്കെ, നമ്മുടെ എന്താണ് ഈ ഒരു റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമുക്ക് നല്ല ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കമ്പനിക്ക് നല്ലതാണെന്ന് വെച്ചാൽ അല്ലേ? കമ്പനിക്ക് നല്ലതാണെന്നല്ലേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അങ്ങനെയാണോ? എങ്ങനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആണ്. നമ്മുടെ കമ്പനിക്ക് ഇക്വിറ്റി 750 ഉണ്ട്, നമ്മൾ ഡെപ്റ്റ് എടുത്ത് എത്രയേ ഉള്ളൂ? ഡെപ്റ്റ് എടുത്തത് 500. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 1 രൂപ ഇക്വിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ എടുത്തുള്ളൂ? 0.667 പൈസ മാത്രമേ ഉള്ളൂ നമ്മളെന്താ ഡെപ്റ്റായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് കവർ ചെയ്യാം. നമുക്ക് 1 രൂപ കിട്ടുന്നില്ലേ? അപ്പോൾ കവർ ചെയ്യാം. ഇത് ഓക്കെ, നല്ലൊരു റേഷ്യോ ആണ് കമ്പനിയുടെ. അപ്പം ഇതെന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നറിയോ? എന്ന് വെച്ചാൽ കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നതറിയോ? ക്വസ്റ്റ്യൻസിൽ നമ്മളോട് കമൻസ് ചോദിക്കും. എന്താണ് ഹൗ ഡു യു ഇവാലുവേറ്റ് ദിസ് കമ്പനി എന്ന്. അപ്പം എഴുതാൻ പറ്റണം നമുക്ക്. ജസ്റ്റ് കാണാപ്പാടം പഠിച്ചിട്ട് ഇല്ലെങ്കിൽ ഇത് ചെയ്ത് ആൻസർ അല്ല. നമുക്ക് കമൻസ് ചോദിച്ചാലും ഇപ്പം മുന്നോട്ട് നിങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ആയിട്ട് പോകുമ്പോൾ അത് എന്ത് വൈ ദാറ്റ് നമ്പർ എന്നൊരു ഫാക്ടറുണ്ട്, അത് പഠിക്കണം. ഇനി മൂവിങ് ഫോർവേഡ്, a airline company has total debt of 4 million and total liability of 4 million and total shareholders equity of 1 million. Calculate its debt to equity ratio. ഇത് നിങ്ങൾ പെട്ടെന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. ചെയ്തിട്ട് ആൻസർ ഇട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഇപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്നുവെച്ചാൽ ഇത് ഏത് ടൈപ്പ്, നല്ലതാണോ ചീത്തയാണെന്ന്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലേ? ഇപ്പോൾ ഫോർമുല എഴുതി. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ടോട്ടൽ ഡെപ്റ്റ് എത്രയാണ്? 4 million ഡിവൈഡ് ബൈ 1 million അല്ലേ? എത്ര കിട്ടി? 4 അല്ലേ? 4 അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? പെട്ടെന്ന് പറ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 1 രൂപ ഉണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് നമുക്ക് 1 രൂപ ഉള്ളപ്പം, 1 രൂപ ഇക്വിറ്റി ഉള്ളപ്പം നമ്മൾ എന്ത് ചെയ്തു? $4 പോയി എന്ത് ചെയ്തു? ബോറോ ചെയ്തു അല്ലേ? നമുക്ക് 1 രൂപ ഉള്ളൂ, 4 രൂപ ബോറോ ചെയ്തു. ഇച്ചിരി റിസ്ക്കാണ്. പൊതുവേ കമ്പനീസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇത്രയും ഡെപ്റ്റ് ഇക്വിറ്റി ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോൺസൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ആലോചിച്ചാൽ മതി. 1 രൂപ നമുക്ക് എന്താ സ്വന്തം പൈസ ഉള്ളപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 4 രൂപ പോയി കടം മേടിച്ചു. അപ്പം ആ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്നൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ചീത്തൊരു ഇതാണ്, ഹൈ റിസ്ക് ആണ്. ഓക്കെ, ഇതിലും എന്താണ് പറഞ്ഞത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ. നമുക്കതിന് ഞാൻ പയ്യെ ചെയ്തോളാം, നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോ. എന്നെക്കാളും ഫാസ്റ്റ് ആകണം, ചെയ്തു തുടങ്ങിക്കോ. ഡെപ്റ്റ് ഇക്വിറ്റി അല്ലേ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം വേണ്ടത് ഡെപ്റ്റ് വേണം, ഇക്വിറ്റിയും വേണം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഓക്കെ, ഇക്വിറ്റി കിട്ടി അല്ലേ? ഇത് വെച്ചേക്കാം. ഇക്വിറ്റി എന്ത് കിട്ടി? 25,000 കിട്ടി അല്ലേ? 25,000. ഡെപ്റ്റ് കിട്ടിയില്ലല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്ക്. ഈ ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് ഞാൻ ആദ്യത്തെ 1-2 ക്ലാസ്സുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതാലോചിക്കുക. A = E+L എന്ന് ഞാൻ 10 പ്രാവശ്യം, 20 പ്രാവശ്യം, 30 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, A = E+L. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്താ പറയുക? അറിയാം, ഇക്വിറ്റി അറിയാം. ഇക്വിറ്റി എന്താ? 25,000
പ്ലസ് എൽ നമുക്കറിയില്ല. അസറ്റ്സ് അറിയോ? കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്, ഫിക്സ് അസറ്റ് എന്ന് വെച്ചാൽ ലോങ് ടേം ഫുൾ അസറ്റ് നമുക്ക് കിട്ടി. എത്രയാണ്? 40 + 20 എത്രയാണ്? 60,000 കിട്ടി. ഇനി ഇതും കൂടെ കൂട്ടിയാൽ 60,000 ആണ് അല്ലേ? അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് മൈനസ് ചെയ്ത് നോക്കിയാൽ പോരെ. എത്ര ഫിഗർ എത്ര വരും? പറ 35 ആണോ? 35. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ 35 എഴുതുക. ഓക്കെ, $35,000. $35,000. അതെ, $35,000. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? നമുക്ക് ലയബിലിറ്റി കിട്ടി. അപ്പോൾ നേരെ ഇവിടെ 35 എഴുതിയാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഇങ്ങനെയായിരിക്കും മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ആൾക്കാർ പെട്ടെന്ന് ചിലവർക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലല്ല ചിലവരിങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ 1.4 നമ്മുടെ എന്താണ് 1.4 ആണ് നമ്മുടെ ഇത് റേഷ്യോ വന്നത്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വന്നത്. ഇതും വലിയ കുഴപ്പമില്ലാത്ത റേഷ്യോ ആണ്. ബട്ട് ലോൺസ് ഒക്കെ കിട്ടും, പക്ഷെ ഇച്ചിരി ഇതാണ് നോർമൽ ഇതിനേക്കാളും കൂടുതൽ. നമുക്ക് 25 രൂപ ഉള്ളൂ അല്ലേ? നമുക്ക് 1 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ 1 രൂപ ഉള്ളൂ. നമ്മൾ 1.4 റുപ്പീസിൽ 1.4 റുപ്പീസ് നമ്മൾ കട എടുത്തു. ആ രീതിയിലാണ് വായിക്കാവുള്ളൂ കേട്ടോ. ഇനി മൂവിങ് ഫോർവേഡ്. നല്ല ക്വസ്റ്റ്യനാണല്ലോ, നോക്കിയാലോ. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് കറണ്ട് ലയബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് ലയബിലിറ്റി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്നാൽ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആവും. നിങ്ങൾ ഫസ്റ്റ് കണ്ടുപിടിക്കുമോ ഞാൻ കണ്ടുപിടിക്കുമോ എന്ന് നമുക്കൊരു അല്ലേ, നമുക്ക് നോക്കാം അത്. അപ്പം ഇതിൽ ഓക്കെ, എനിക്ക് കറണ്ട് ലയബിലിറ്റി വേണം അല്ലേ? അപ്പം അതിന് എനിക്ക് ആദ്യം എന്ത് ചെയ്യണം? കറണ്ട് ലയബിലിറ്റി വേണമെങ്കിൽ എനിക്ക് ടോട്ടൽ ലയബിലിറ്റി എത്രയാണെന്ന് അറിയണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഡെപ്റ്റ് ബൈ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു മിനിറ്റ്. 2 = ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എനിക്ക് 2 തന്നിട്ടുണ്ടല്ലേ? ഓക്കെ, എന്നിട്ട് എനിക്ക് മേളിൽ എന്താ തന്നത്? ലോങ് ടേം ലയബിലിറ്റി. അപ്പോൾ എനിക്ക് ടോട്ടൽ ലയബിലിറ്റി ഇല്ല അല്ലേ? ഇപ്പോൾ ഡെപ്റ്റ് എനിക്ക് അറിയത്തില്ല, ഫുൾ അറിയത്തില്ല. ഇക്വിറ്റി പക്ഷെ എനിക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഞാൻ എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യാൻ പറ്റും? ഈ മാത്സ് എങ്ങനെ ചെയ്യുന്ന അറിയാമോ? ഇത് മുകളിലോട്ട് പോയി മൾട്ടിപ്ലൈ ആവും. എത്ര വരും? 220 ഇത് വരും. എന്താണ്? 220 വരും മുകളിൽ. ഇപ്പുറത്ത് ഡെപ്റ്റിൻ്റെ ആൻസർ കിട്ടി. ഡെപ്റ്റ് എത്രയാണെന്ന് മനസ്സിലായി? 220 ആണെന്ന് മനസ്സിലായി അല്ലേ? ടോട്ടൽ ഡെപ്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് 2 കമ്പോണൻ്റ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റിയും ലോങ് ടേം ലയബിലിറ്റിയും. ലോങ് ടേം ലയബിലിറ്റി എത്രയാണെന്ന് മനസ്സിലായി? 150 ആണെന്ന് മനസ്സിലായി. $150,000. ബാക്കി എത്ര വരും? ബാക്കി 70 അല്ലേ? ഓക്കെ, ബാക്കി $70,000 കറണ്ട് ലയബിലിറ്റി. ഇത്രേ ഉള്ളൂ, മനസ്സിലായോ? സ്പ്ലിറ്റ് ചെയ്തു, കിട്ടി. സംഭവം ഇത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്തു? ലയബിലിറ്റി കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി കിട്ടിയല്ലോ, ശരി. ഞാനിപ്പോൾ എല്ലാം ചെയ്തു വെച്ചതിനോടെ. ഓക്കെ, സോ ഹോപ്പ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ മൂവിങ് ഫോർവേഡ്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചെയ്തെന്ന് തോന്നുന്നു. നോക്കട്ടെ, കുഴപ്പമില്ല. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് എടുത്തോ. ഈ ഒരു ക്വസ്റ്റ്യൻ യെസ് യു ക്യാൻ ഡു ഇറ്റ്. ഇതൊരു ഹോംവർക്ക് ആയിക്കോട്ടെ. ഇത് ക്ലാസ് കഴിഞ്ഞ് ഇത് കണ്ടു കഴിഞ്ഞ് കമൻറ്റ് ഇട്ടിട്ട് ഇത് വെരിഫൈ ചെയ്ത് തന്നെയാണോ എന്ന് കേട്ടോ. ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്യണം. ഇത്രയും ചെയ്യാമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ സ്മാർട്ട് പീപ്പിളാണ്, ചെയ്യാം. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. നോക്ക്. ഇനി മൂവിങ് ഫോർവേഡ്. യെസ്, നമുക്ക് 5th ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ. ഇതിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇങ്ങനെ ചില സമയത്ത് ടേബിൾസ് ഒക്കെ തന്നിട്ട് നമ്മൾ ചോദിക്കും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ പെട്ടെന്ന് അറിയാത്തവരൊക്കെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് എന്താ പറയുക, 2 എണ്ണം തരികണ്ടോ, ജാനും തന്നിട്ടുണ്ട്, December 31. അപ്പം അന്നും പറയുന്ന പോലെ എപ്പോഴും നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ December 31, ദാറ്റ് ഈസ് ദ ക്ലോസിംഗ് ഡേറ്റ്, എപ്പോഴും ക്ലോസിംഗ് ബാലൻസേ എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വേണം അല്ലേ? ഓക്കെ, ഡെപ്റ്റും വേണം. ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ബൈ ഇക്വിറ്റി അല്ലേ? ഇനി ഇതിൽ ഇക്വിറ്റിക്കകത്ത് വരുന്നതും ഡെപ്റ്റിനകത്ത് വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ വരും? ഈ AP എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് പേയബിൾ. ക്വസ്റ്റ്യനൊക്കെ ഇനി AP എന്നൊക്കെ കാണത്തുള്ളതായിരിക്കും. AP 84,000 ഡെപ്റ്റ് അല്ലേ? നമ്മൾ മേടിച്ച കടം. ഇനി അക്രൂഡ് ലയബിലിറ്റി. യെസ്, അക്രൂഡ് ലയബിലിറ്റി വരും. ബോണ്ട് പേയബിൾ, ബോണ്ട് എടുത്തത് പേ ചെയ്യാൻ വരും.
സ്ഥലമില്ല അല്ലേ, നമുക്ക് താഴോട്ട് എഴുതാം. എല്ലാം കൂടെ നമുക്ക് തിക്കി എഴുതേണ്ട സ്ഥലം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ എഴുതാം ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. അപ്പോൾ ഇച്ചിരി സ്ഥലം വെച്ചേക്കാം. ഓക്കെ, 84 നമ്മൾ പറഞ്ഞ പോലെ അക്കൗണ്ട്സ് പേയബിൾ എടുത്തു, അക്രൂഡ് ലയബിലിറ്റി 11,000 എടുത്തു, ബോൺസ് പേയബിൾ 77,000 എടുത്തു. അപ്പോൾ ഇനി കോമൺ സ്റ്റോക്കോ അതവിടെ പോവും, ഇക്വിറ്റി പോവും അല്ലേ. 300,000 കോമൺ സ്റ്റോക്ക് പോയി. ഈ റിസർവ് ഫോർ ബോണ്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്തില്ലേ, സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ടില്ലേ, അപ്പോൾ അതിനകത്തുള്ളൊരു സാധനമാണ് റിസർവ് ഫോർ ബോണ്ട്. അതിനകത്ത് നോട്ട്സിനകത്ത് കിടക്കുന്ന സാധനമാണ് റിസർവ് ഫോർ ബോണ്ട് റിട്ടയർമെൻറ്റ്, അതും വരും. പ്ലസ് റീറ്റേൺ ഏർണിങ്സ്, ഇക്വിറ്റിയുടെ ഒരു ഭാഗമാണ്, ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് റീറ്റേൺ ഏർണിങ്സ്. സോ അതും വരും. ഇനി ഇതിപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ 84 + 11 + 77 ഇവിടെ എഴുതും, മേളിൽ എഴുതാം 172,000 ഡിവൈഡ് ബൈ 300 + 22 + 206 and less 528. അപ്പം 172 ഡിവൈഡ് ബൈ 528 172 ഡിവൈഡ് ബൈ 528 എത്ര വന്നു? 0.3257. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം കമൻറ്റ് ചെയ്തോ. ഇല്ലെങ്കിൽ ഇതിൽ ഏറ്റവും എളുപ്പം എന്താണ് നമ്മൾ തന്നെ ഒന്ന് അസസ് ചെയ്ത് നോക്കുക. ഇത് ഒരു ബാലൻസ് ഷീറ്റ്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ കമ്പനിയുടെ ഇതാണെന്ന് വെച്ചോ, നമ്മളെന്ത് കൊടുക്കുമോ, ലോൺ കൊടുക്കുമോ ഇല്ലയോ? ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. കാരണം എന്താ, എനിക്ക് മനസ്സിലാകുന്നത് എന്താ, എൻ്റെ 1 രൂപ ഇക്വിറ്റിക്ക് നമ്മൾ എത്രയാണ് 3.327 എടുക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് ആ ലോസ് ഉണ്ടായാലും കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കമ്പനിക്ക്, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായും ലോൺ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നല്ലൊരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് ഈ കമ്പനിക്ക്. ഓക്കെ, സോ ഇതുകൊണ്ട് നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇവിടെ ഫസ്റ്റ് ക്ലാസ് കഴിയുവാണ്. ഇനി അടുത്ത റേഷ്യോയിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, അത് ചിലപ്പോൾ അവിടെ മിസ് ചെയ്തിട്ട് ഇവിടെ, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ താങ്ക് യു.